ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താലും ചിലപ്പോൾ സീറ്റ് നഷ്ടമാകാം. ട്രെയിൻ ടിക്കറ്റ് റിസർവേഷനിൽ കർശന നിബന്ധനകളുമായി ഇന്ത്യൻ റെയിൽവേ. യാത്ര തുടങ്ങിയ സ്റ്റേഷനിൽ, അതായത് ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കയറിയില്ലെങ്കിൽ റിസർവേഷൻ ചെയ്ത സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് പുതിയ മുന്നറിയിപ്പ്. റിസർവ് ചെയ്ത യാത്രക്കാരെ TTE അടുത്ത സ്റ്റേഷൻ വരെ കാത്തു നിൽക്കുകയില്ല. യാത്രക്കാരൻ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയില്ലെങ്കിൽ TTE ആ സീറ്റ് മറ്റാർക്കെങ്കിലും നൽകും. TTEമാർക്ക് ലഭിച്ച പുതിയ HHT ടാബ്ലറ്റുകൾ ഉപയോഗിച്ച് ഇക്കാര്യം വേഗത്തിൽ തിരിച്ചറിയാം. ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർ ട്രെയിൻ കയറിയില്ലെങ്കിൽ ഉടൻ തന്നെ ടാബ്ലറ്റിൽ അത് രേഖപ്പെടുത്തും. മാത്രവുമല്ല, ഉടൻ തന്നെ ആ സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കോ അല്ലെങ്കിൽ RAC യാത്രക്കാർക്കോ HHT സിസ്റ്റം നൽകും. നിങ്ങളുടെ സീറ്റ് മറ്റൊരാൾക്ക് നൽകിയാൽ ആ വിവരം SMS വഴി അറിയിക്കും. ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ സ്വന്തം ഫോൺ നമ്പർ നൽകാൻ ശ്രദ്ധിക്കുക. സീറ്റ് നഷ്ടമാകാതിരിക്കാൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രെയിനിൽ കയറുക. അല്ലെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും IRCTC വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ബോർഡിംഗ് പോയിന്റ് മാറ്റി പുതിയ ബോർഡിംഗ് പോയിന്റ് നൽകണം. പുതിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ കോച്ചുകൾ ഉൾപ്പെടെ ഇനി മുതൽ കൃത്യമായ ഇടവേളകളിൽ ശുചീകരണം നടത്തുമെന്നും റെയിൽവേ അറിയിച്ചു. നിലവിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിൽ മാത്രം ലഭ്യമായിരുന്ന നിരന്തര ശുചീകരണ സംവിധാനം ഇനി റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കോച്ചുകളിലേക്ക് വ്യാപിപ്പിക്കും. ഓരോ 1.5 മണിക്കൂർ കഴിയുമ്പോഴും ജീവനക്കാരെത്തി കോച്ചുകളിലെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തും. വിവിധ സോണുകളിലായി തിരഞ്ഞെടുത്ത 80 ദീർഘദൂര ട്രെയിനുകളിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്.